ഞാൻ മെയിനായിട്ട് പഠിച്ചത് ഇതാണ്. ഇംഗ്ലീഷ് പറയാം. ഞാൻ ഇംഗ്ലീഷാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചത്. ഇങ്ങനെ പറയാം. ഇപ്പം ഞാൻ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി അല്ല, ഹിസ്റ്ററി. പറഞ്ഞേ ഹിസ്റ്ററി. ഹിസ്റ്ററി ടീച്ചർക്ക് പോലും അത് ഹിസ്റ്ററി ഒന്നും അറിയില്ല. ഹിസ്റ്ററി പറഞ്ഞേ ഹിസ്റ്ററി, മിസ്റ്ററി. സോ ഞാൻ ഹിസ്റ്ററിയാണ് മെയിനായിട്ട് പഠിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ BA ഹിസ്റ്ററിക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് എന്താ പഠിക്കുന്നത്? ഹിസ്റ്ററിയാണ്. നിങ്ങൾ BA ഇംഗ്ലീഷ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷാണ് മെയിനായിട്ട് പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ കൊമേഴ്സിനാണ് ജോയിൻ ചെയ്തതെങ്കിൽ സ്വാഭാവികമായിട്ടും കൊമേഴ്സാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത്. ബാക്കി ഞാൻ അതിനകത്ത് കൂടെ ഇംഗ്ലീഷൊക്കെ പഠിക്കും, പക്ഷെ അതെന്തല്ല മെയിനായിട്ടല്ല അല്ലേ? ഓക്കെ, സോ മൈ മെയിൻ സബ്ജക്റ്റ് വാസ് ഹിസ്റ്ററി എന്നാണ് നമുക്ക് പറയാൻ തോന്നുക. അത് സ്റ്റാൻഡേർഡ് അല്ല. പറഞ്ഞേ ഐ ഹാവ് TPR. കമോൺ, ആക്ഷൻ കാണിക്കണം. ഐ ഹാവ് മേജർഡ് ഇൻ ഹിസ്റ്ററി. ഐ ഹാവ് മേജർ എന്ന് കിട്ടുന്നുണ്ടോ? അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മേജർ എന്നാണ്. സോ പറഞ്ഞ ഐ ഹാവ് മേജർഡ് ഇൻ ഹിസ്റ്ററി. ഓക്കെ, ഞാൻ ഹിസ്റ്ററിയിലാണ് മെയിനായിട്ട് പഠിച്ചത്. മേജർഡ് ഇൻ. വാട്ട്സ് യുവർ മേജർ ചോദിച്ചേ. വാട്ട്സ് യുവർ മേജർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് മെയിൻ സബ്ജക്റ്റ് പഠിച്ചത്? സോ ഐ എം എ ഗ്രാജുവേറ്റ്. ഓ യു ഗ്രാജുവേറ്റ്. വാട്ട്സ് യുവർ മേജർ. അല്ലാതെ വാട്ട് സബ്ജക്റ്റ് ഡിഡ് യു സ്റ്റഡി ചോദിക്കാൻ പറ്റില്ല, കാര്യം പല സബ്ജക്റ്റും പഠിച്ചിട്ടുണ്ടാവുമല്ലോ.